ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ലീഡ്സിൽ വന്നിരിക്കുക. ആക്ച്വലി ഇവിടെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഇവിടുന്ന് ഞങ്ങൾ യോർക്കിലേക്ക് പോകും. ഞങ്ങളുടെ ചേർച്ചിന്റെ സർവീസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാ പോകുന്നത്. സോ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ജേർണിയും യോർക്കിലെ നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഞങ്ങൾ ഇന്ന് ന്യൂ കാസലിൽ നിന്ന് യോർക്കിലേക്ക് ഞങ്ങളുടെ ചേർച്ചിൻ്റെ മന്ത്ലി സർവീസ് അറ്റൻഡ് ചെയ്യാൻ പോവുക. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് UK വന്നിട്ട് സർവീസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന്. സോ ഞങ്ങൾ ന്യൂ കാസലിൽ നിന്ന് ലീഡ്സിലേക്ക് പോയി അവിടെ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ യോർക്കിലേക്ക് പോകും. അതാണ് പ്ലാൻ. സോ യോർക്കിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം വേഗം തിരിച്ചു വരേണ്ടതുണ്ട്. സോ ലീഡ്സിൽ ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം ഉണ്ട്. അപ്പോൾ ലീഡ്സിലെ ചെറിയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എന്തോ സൈക്കിളൊക്കെ ഉണ്ട്, റെൻറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈക്കിളാണ്, ഇലക്ട്രിക് സൈക്കിൾസാണ്. നോട്ടിംഗ്ഹാമിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൈം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സൈക്കിളായിരുന്നു. ഇപ്പോൾ ഇവിടെ LNER എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സൈക്കിളുണ്ട്. നമുക്കൊന്ന് പോയി ജസ്റ്റ് നോക്കാം എന്താ സംഭവം എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടിയൊന്നും ഇല്ല. അയ്യോ, വണ്ടി ഇല്ലാതെ പോണോ? ഇതിൻ്റെ പരിപാടി എങ്ങനെയാണാവോ? ഇത് ബാറ്ററി സൈക്കിൾ അല്ല. ബാറ്ററി ഉണ്ട്, ഇതിനകത്തുണ്ട്. ഓക്കെ. ഫോൺ എടുത്ത് ഉണ്ടോ, മൊബൈൽ ആപ്പ് എടുത്ത് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അത് വെച്ച് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മളത് ഓടിക്കാം. അപ്പൊ ലൈം പോലെ തന്നെയല്ലേ? ലൈമിനെക്കാട്ടും കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. നല്ല റിജിഡ് അല്ലേ ഇത്, സ്റ്റേഡി വണ്ടി. മെറ്റലാണോ മൊത്തം? പ്ലാസ്റ്റിക് അലുമിനിയം തോന്നുന്നു. പക്ഷെ ലൈം കുറെ ഡാമേജ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചവിട്ടി നോക്കിയാലേ അറിയുള്ളൂ. ഞങ്ങൾ ലീഡ്സിലെത്തിയ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ലീഡ്സ് 400 സെലിബ്രേഷനാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1626 കിങ് ചാൾസ് നൽകിയ ആദ്യത്തെ റോയൽ ചാർട്ടറിൻ്റെ 400ാമത്തെ വാർഷികമാണ്. സോ ലീഡ്സ് 400 എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. ആൻഡ് ഈ റോയൽ ചാർട്ടറാണ് ലീഡ്സിന് സ്വയംഭരണം നടത്താനുള്ള ഒരു പ്രധാന അംഗീകാരം നൽകിയത്. 100 വർഷത്തെ ചരിത്രവും പാരമ്പര്യമൊക്കെ ഓർത്ത് ഈ നഗരത്തിൻ്റെ പല കഥകളും ഇന്നത്തെ ലീഡ്സിൻ്റെ വളർച്ചയൊക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന പലതരം പ്രോഗ്രാംസ് ഇവിടെയുണ്ട്. സോ നമ്മൾ കറക്റ്റ് ദിവസം ഇവിടെ എത്തിയേക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ലീഡ്സിൽ ഇറങ്ങിയത്. ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി എ വണ്ടർഫുൾ പ്ലാൻ. 1863 നിർമ്മിച്ച ലീഡ്സ് കോൺ എക്സ്ചേഞ്ച് ആണ് നിങ്ങളീ കാണുന്ന ഡോം ഷേപ്ഡ് ബിൽഡിംഗ്. ഇത് പണ്ട് ധാന്യങ്ങളുടെ വ്യാപാരത്തിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ഏരിയ ആണ്. ഇന്നിവിടെ പലതരം ബിസിനസ്സസ് നടക്കുന്നുണ്ട്. ത്രിഫ്റ്റ് ഷോപ്സ് ഉണ്ട്, വിൻറ്റേജ് മാർക്കറ്റ്സ് ഉണ്ട്, ചെറിയ കാഫറ്റേരിയാസ് ഉണ്ട്, ജ്വല്ലറി ഷോപ്സ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ലോക്കൽ ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. സോ ഇത് വളരെ കളർഫുള്ളായ ഒരു ഏരിയ. നമുക്കൊരു യൂണിഫോമിറ്റി തോന്നില്ല ഇവിടെ, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായി എസ്തറ്റിക്കായ ഒരു നല്ലൊരു സ്പേസാണിത്. ആൻഡ് ഇതിൻ്റെ ആർക്കിടെക്ചറും അതെ, നിങ്ങൾ ആ റൂഫ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ നന്നായിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയണം. എനിക്കറിയില്ല. ലോററ്റ് ലീഡിങ് എഫേർട്സ് ടു ഓപ്പൺ എ നാഷണൽ പോയട്രി സെൻറ്റർ. ഞാൻ ആളോട് ചോദിച്ചോക്കാം. Yeah, so you have to travel to the different locations to collect a different colour. So if you come round the back here, if you want a where you can scan for a map, it gives you all the locations here. So if you just scan that, it'll come with a map on our website with all the different locations on for you. What is the speciality of this building? It's the speciality of this building. What it's changed is one of the oldest kind of little markets that we have. Okay. So it's a historic place. Yeah, it's a very historic building. It's been here for such a long time. If you go up to the security, they'll probably be able to give you an exact number. But the reason we're here today is because Leeds turns 400 this year. So Leeds turns 400 as a city this year. So we're just celebrating all the history around Leeds. So yeah. So what's the catch about this? So I'll bring one over. So
your important things, which our category in here is art and literature. Okay. So when you get a purple sticker or corresponding colour, you place it on your game card. Okay. So once you've gone to all different locations and you've fully filled up your little wheel, you turn it round and you head to Leeds City Museum, where you collect your final wedge. And in there we have a whole game show set out. We've got live performers in there. It's very fun in there. Wow, we've got twice a day we have mystery prizes that you can be in a chance of winning. And then every week we have our weekly raffle. So if you fully fill this in, put in your details, this week you can win a one-night stay at the Met Hotel with dinner and breakfast served for you. So each week we have different prizes. It's all about learning the history of Leeds, so you get to explore whilst you're here. Wonderful. So there you go. Thank you. സോ നമ്മൾ ലീഡ്സ് കോൺ എക്സ്ചേഞ്ചിൽ നിന്ന് അടുത്തതായിട്ട് ലീഡ്സ് ഗേറ്റ് മാർക്കറ്റ് കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് വരാൻ കുറച്ചുകൂടി ടൈം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. സോ 1857 ആരംഭിച്ച ഈ മാർക്കറ്റ് യൂറോപ്പിലെ ഏറ്റവും വലിയ ഇൻഡോ മാർക്കറ്റുകളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി ലീഡ്സിലെ വ്യാപാരത്തിൻ്റെയും പ്രാദേശിക ജീവിതത്തിൻ്റെയൊക്കെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ മാർക്കറ്റ്. 800-ലധികം സ്റ്റോളുകൾ ഈ മാർക്കറ്റിലുണ്ട്. ആൻഡ് അതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫിഷ്, മീറ്റ്, ബേക്കറി ഐറ്റംസ്, ക്ലോതിങ്സ്, ജുവലറി, പലതരം ഫ്ലവർ സ്റ്റോൾസ്, ഇതൊക്കെ നമുക്കിവിടെ കാണാം. ഞങ്ങൾക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്കൊരു ഓവറോൾ വ്യൂ കിട്ടി. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ഭക്ഷണങ്ങളും അങ്ങനെ പലതരം കൾച്ചറൽ ഇവൻറ്റ്സും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഫേമസ് ബ്രാൻഡായ മാർക്സ് ആൻഡ് സ്പെൻസറിൻ്റെ ആദ്യത്തെ കട അവർ ആരംഭിച്ചത് ഈ മാർക്കറ്റിലായിരുന്നു. ആൻഡ് 1881 മൈക്കൽ മാർക്സ് എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ ഒരു ചെറിയ സ്റ്റോൾ ഇട്ടിട്ടാണ് ആ ബിസിനസ് ഫസ്റ്റ് ആരംഭിച്ചത്. പിന്നീട് അത് നമ്മളിപ്പോൾ അറിയുന്ന മാർക്സ് ആൻഡ് സ്പെൻസറായി മാറി. കുറച്ച് സമയം മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ചിലവഴിക്കാൻ പറ്റിയെങ്കിൽ പോലും ലീഡ്സിൻ്റെ ചരിത്രവും അവരുടെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും കൾച്ചറൽ ഇമ്പോർട്ടൻസും ഒക്കെ ഞങ്ങൾക്ക് കുറച്ചുകൂടി അടുത്തറിയാൻ പറ്റി. ആൻഡ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇവരുടെ ഫിഷ് സ്റ്റോൾ ആണെങ്കിൽ പോലും അവർ വളരെ ക്ലീനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫ്രൂട്ട്സ് ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ ആ ഒരു ഫ്രഷ്നെസ് പോകാതെ, അത് പോയാൽ അത് സെല്ല് ചെയ്യാതെ അവർ അത്രയും നന്നായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ഫുഡ് സ്റ്റോൾസിലും മാർക്കറ്റ്സിലും പോകുമ്പോൾ ആ ഒരു പഞ്ചൻ സ്മെല്ലൊന്നും ഇവിടെ കിട്ടിയില്ല. ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമ്മളിപ്പം പള്ളിയിലേക്ക് പോവാണ്. മാസത്തിലൊരിക്കലേ ഞങ്ങൾക്ക് സൺഡേ സർവീസ് ഉള്ളൂ. സോ യോർക്കിലുള്ള സെയിൻറ്റ് വൂൾസ്റ്റൺസ് ആംഗ്ലിക്കൻ ചർച്ചിൽ മലയാളം സർവീസ് നടത്താൻ അവരൊരു പെർമിഷൻ തന്നിട്ടുണ്ട്. സോ മാസത്തിലൊരിക്കലും ഞങ്ങളത് അറ്റൻഡ് ചെയ്യാൻ പോകും. എനിക്ക് ചർച്ച് സർവീസിൻ്റെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഞാൻ ജസ്റ്റ് ഇറ്റ്സ് ആൻഡ് ബിറ്റ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്.